ഒറിജിനൽ BB380 കോഴിയാണ് എടുക്കുന്നെങ്കിൽ നല്ല ചുമന്ന മുട്ടയാണ്. ഇതിങ്ങനെ മുട്ട പിറക്കി ഇറക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിക്കടുത്ത് ചിങ്ങോലി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നതാണ്. എൻ്റെ പേര് വിജയൻ എന്നാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 9 വർഷം ആയിട്ട് കോഴിയെ വളർത്തുന്നുണ്ട്. ഞാൻ ആദ്യം നാടൻ കോഴിയാണ് വളർത്തിയത്. ഗ്രാമപ്രിയയും ഗ്രാമശ്രീയും ഒക്കെയാണ് വളർത്തിയത്. അതൊന്നും അത്ര സക്സസ് ആകാത്തതുകൊണ്ട് ഞാൻ BB380 വളർത്താൻ തുടങ്ങി. BB380 തന്നെ പല സൈസുണ്ട്. ഒറിജിനൽ BB380 ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് BB380 ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് സക്സസ് ആയില്ല. അതൊന്ന് വിശദീകരിച്ച് പറയട്ടെ. ഈ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് ഒരു വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കി? ഈ പല ആൾക്കാരും BB380 ആണെന്നും പറഞ്ഞ് കൊണ്ട് തരുന്നത് ഒറിജിനൽ BB380 ഒന്നും ആയിരിക്കത്തില്ല. അതെന്ന് പറയുന്നത് മുട്ടയൊന്നും ഈ പറയുന്ന കൂട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള നെയ്യാറ്റിൻകരയുള്ള വിനോദ് എന്ന് പറയുന്ന ആള്, ഞാനത് യൂട്യൂബ് കണ്ട് പുള്ളിയുടെ നമ്പർ എടുത്ത്, ഞാൻ തന്നെയാണ് വിനോദേട്ടന്റെ വീഡിയോ ചെയ്തത്. ഞാൻ നമ്പർ എടുത്ത് പുള്ളിയെ വിളിച്ചതാണ്. വേറൊരു പാർട്ടി എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ട് തരും. ഈ പറഞ്ഞോട്ട് നമ്മൾ മുമ്പേ പൈസ കൊടുക്കണമായിരുന്നു. പക്ഷേ കോഴി എനിക്ക് 1 മാസമായിട്ടും കിട്ടാതെ വന്ന് ഞാൻ പിന്നെ തിരിച്ച് പൈസ മേടിച്ച്. ഇത് പുള്ളി ഒരു പ്രശ്നവുമില്ല, നമ്മൾ വിളിക്കുക, പുള്ളി സാധനം ഇന്നപ്പോൾ കൊണ്ടുവരാമെന്ന് പറയും. അത് കൊണ്ടുവന്ന് തരും. ഇവിടെ വരുമ്പോ പൈസ കൊടുത്താൽ മതി. അല്ല മുമ്പേ ചോദിക്കട്ടെ, ഈ വിനോദിയേട്ടന്റെ ഫാം കാർട്ടിൽ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ കോഴിയും മറ്റു കോഴിയായിട്ടുള്ള വ്യത്യാസം ചേട്ടന് ഫീൽ ചെയ്ത് എന്തുകൊണ്ട്? പുള്ളിയുടെ കോഴിയാണ്. ഞാൻ ഇപ്പൊ 2ാം ട്രിപ്പ് മേടിച്ചാണ് ആ കോഴി. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞാൽ ഒരു 100 കോഴിയെ വളർത്തിയാൽ ചിലപ്പോൾ 70 മുട്ട, അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ശാസ്ത്രീയമായിട്ട് പുള്ളി പിന്നെ വേറെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കോഴിയെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് ഒരെണ്ണം ചത്തുപോയി ഇന്നൗട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ആ കോഴി തന്നെ എനിക്ക് പറഞ്ഞ ഡേറ്റിൽ മുട്ട ഇടാതായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്ട് ഇന്ന സാധനം മേടിച്ചു കൊടുക്കുന്നു പറയും. നമ്മൾ എപ്പോ വിളിച്ചാലും പുള്ളി എടുക്കും. അതല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മളൊന്ന് മെസ്സേജ് അയച്ചാൽ ഒരു ഗൈഡൻസ് കിട്ടിയിരിക്കും. പുള്ളി നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഞാൻ അതുകൊണ്ടാണ് 2ാമത്തെ സെക്ഷൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് കോഴി എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 100 കോഴി വളർത്തിയിട്ട് ചേട്ടൻ സന്തോഷവാനാണല്ലോ അല്ലേ? ഞാൻ സന്തോഷവാനാണ്. എനിക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരു 300-350 രൂപ ഒരു ദിവസം കോഴിയിൽ നിന്ന് ലാഭം. വളരെ ചെറിയൊരു സ്ഥലത്താണ് ഈ കാണുന്ന ഒരു സ്പേഷ്യലാണ് ഒരു 100 കോഴി വളർത്തുന്നത്. ചെറിയൊരു ഷെഡും 100 കോഴി അദ്ദേഹം വളർത്തുന്നത്. മറ്റു കോഴികളെ വളർത്തുന്നതിന് അത്രയും ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ഇല്ലില്ല. അത് പിന്നെന്ന് പറയുന്നത് ഇതിനോട് ഒരു താല്പര്യം വേണം. കാര്യം രാവിലെ കറക്റ്റായിട്ട് അതിന് തീറ്റ കൊടുക്കണം. പിന്നെ അതിന്റെ വാക്സിനൊക്കെ കൊടുത്താണ് നമുക്ക് തരുന്നത്. എത്ര മാസമായ കോഴിയോ ചേട്ടൻ വാങ്ങിയത്? ഞാൻ 2.5 മാസമായി. എത്ര രൂപയായി വാങ്ങിക്കുമ്പോ? 250 രൂപ. 250 രൂപയായി അല്ലേ? ഡെലിവറി ചാർജ് ഉൾപ്പെടെ ആയിരിക്കും എല്ലാം കൂടായിട്ട് 250 രൂപ. അപ്പൊ 2.5 മാസം അല്ലേ? 2.5 മാസം. അപ്പൊ അതിനുശേഷം നമുക്ക് 4.5-5 മാസത്തിനുള്ളിൽ മുട്ട ഇടാൻ തുടങ്ങി. കുഴപ്പമില്ല. നല്ല BB380 കോഴി തന്നെ പല സൈസുണ്ട്. ഒറിജിനൽ കോഴിയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കോഴിയുണ്ട്. നല്ല ഒറിജിനൽ BB380 കോഴിയാണ് എടുക്കുന്നെങ്കിൽ നല്ല ചുമന്ന മുട്ടയാണ്. ഒരേ സൈസ് മുട്ടയാണ്. പിന്നെ ഇപ്പൊ എത്ര കോഴി എനിക്കിപ്പോ ഏതാണ്ട് ഒരു 90 കോഴിയുണ്ട്. 90 കോഴിയുണ്ട്. ഏകദേശം എത്ര മുട്ട കിട്ടുന്നുണ്ട്? എനിക്ക് ഏതാണ്ട് 75-80 മുട്ട കിട്ടുന്നുണ്ട്. വളരെ ചെറിയൊരു സ്ഥലത്താണ് വളർത്തുന്നത്. ഞാൻ ആദ്യം വളർത്തിയ നാട് ഈ ഗ്രാമശ്രീ കോഴികളൊക്കെ ഒരേ സൈസ് മുട്ടയാണ്. നമുക്ക് വേറെ കാര്യമുണ്ട്. ഇതിങ്ങനെ മുട്ട ഇറക്കി ഇറക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പറഞ്ഞു. പിന്നെ BB380 ഈ പല ആൾക്കാരും പറയും നഷ്ടം എന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു നഷ്ടവുമില്ല, ലാഭകരമാണ്. പിന്നെ നമ്മൾ ഇതിനോടൊരു ആത്മാർത്ഥത വേണം. ഈ എന്ത് കൃഷിയാണെങ്കിലും അതിനോട് നമുക്കൊരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ 50 കോഴിയെ മേടിച്ച് വീട്ടിലിട്ടിട്ട് എപ്പോഴെങ്കിലും വന്ന് ഇച്ചിരി തീറ്റയും കൊടുത്ത് അങ്ങനെയല്ല. നമ്മൾ അത് ഒരു പ്രയോജനത്തിന് വേണ്ടി വളർത്തണം. അപ്പം നമുക്കത് പ്രയോജനം തന്നെയാണ്. ഇതാണ് ഒരു വാച്ച് നല്ല സക്സസ്ഫുൾ ആയിട്ട് രണ്ടാമത്തെ വാച്ച്. അതിപ്പോ മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതിപ്പം ഫെബ്രുവരി 27-ാം തീയതി മുതൽ മുട്ടയിട്ട് തുടങ്ങുന്നു.
അപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷി, ചെറിയൊരു സ്ഥലവും മതി, ചെറിയൊരു സ്ഥലത്ത് ഒരു നല്ല മുട്ട വീട്ടിൽ കഴിക്കാം. മുട്ട വിൽപ്പനയ്ക്ക് മുട്ട വിൽപ്പനയ്ക്ക് പിന്നെ പാടില്ലല്ലോ, ആവശ്യക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും അല്ലെ. നല്ല മുട്ടയും കൂടെ അല്ലേ, ചുമന്ന മുട്ട, നല്ല വലിപ്പമുള്ള മുട്ടയാണ്. മുട്ടയ്ക്ക് എന്ത് വിലക്കാ വിജയൻ ചേട്ടൻ വിൽക്കുന്നത്? ഞാൻ വീട്ടുകാർക്ക് 9 രൂപയ്ക്കും കടകളിൽ 8 രൂപയ്ക്കും. കടയിൽ 8 രൂപയ്ക്കും വീട്ടുകാർക്ക് 9 രൂപയ്ക്കും വാങ്ങാൻ ആളുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ചേട്ടാ പലരും പറയുന്നു ഈ VV3 വളർത്തി പരാജയപ്പെട്ട കഥകൾ ഒത്തിരി കമന്റുകൾ നമ്മുടെ ഇതിൽ വരാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ടിട്ട് ഞാൻ 2-3 വീഡിയോ ഒക്കെ ചെയ്ത്, അപ്പൊ അവരൊക്കെ നല്ല ലാഭകരമാണെന്ന് പറഞ്ഞു. അതിന്റെ ഒരു വ്യത്യാസം എന്താ? ഞാനും ഈ യൂട്യൂബിൽ കമന്റിൽ ഈ പറയുന്ന തൊട്ട് പലരും കമന്റ് ചെയ്യുന്ന ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു നഷ്ടവും ഇല്ല, ലാഭകരം തന്നെയാണ്. പിന്നെ കോഴിയെ എടുക്കുന്നതിനകത്ത് പല ഇതുണ്ട്. ഒറിജിനൽ VV3 തന്നെ എടുക്കണം. ഞാൻ പലരുടെ കയ്യിൽ നിന്ന് എടുത്ത് ഈ പറഞ്ഞോട്ട് എനിക്ക് അത്ര സക്സസ് ആയില്ല. പക്ഷേ ഈ വിനോദിൻ്റെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള വിനോദിൻ്റെ കയ്യിൽ നിന്ന് കോഴി എടുത്താണ് ഞാൻ ആദ്യത്തെ ബാച്ച് എടുത്തതാണ് ഇത്. അത് എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ബാച്ച് അത് ഇപ്പുറത്തെ ഒരു സെഷൻ അല്ലേ. ആ ഒരു സെഷനിൽ എത്ര കോഴിയുള്ളത്? അത് 40 എണ്ണം ഇടാൻ പറ്റുന്നത്. 40 അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫീഡിങ് ടൈം ആണെന്ന് തോന്നുന്നില്ലേ, ആഹാരം കഴിക്കുന്നു. അതാണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും വന്ന് ഇച്ചിരി തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇവര് പറയുന്നത്, കമ്പനി പറയുന്നത് 100-110 ഗ്രാം തീറ്റ എന്നാണ്. പിന്നെ ഞാൻ ഈ പോർച്ചുഗല് വാഴ ഇതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ കൂടാണ് അതിന്റെ പരിപാലനം എന്ന് പറയുന്നതാണ് മെയിൻ. പിന്നെ വിനോദിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് എപ്പോഴും മുൻഗണന കൊടുക്കുന്ന ഒരു ആളാണ് വിനോദ്. നല്ല രീതിയിൽ പുള്ളി എപ്പോൾ വിളിച്ചാലും അതിൻ്റെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയും. വിളിക്കാത്ത എന്താണ് അനുഭവിക്കുന്നത്. വിജയൻ ചേട്ടന്റെ ഒരു ദിവസത്തെ പരിപാലന രീതിയൊക്കെ എങ്ങനെയാണ്? ഞാൻ രാവിലെ ഒരു 7 മണി, കറക്റ്റായിട്ട് 7 മണിയാകുമ്പോൾ രാവിലത്തെ തീറ്റ കൊടുക്കും. ഒരു 11 മണിക്കുള്ളിൽ ഏതാണ്ട് 90% മുട്ട കിട്ടിക്കഴിയും. വൈകിട്ട് ഒരു 4:30 ആകുമ്പോൾ തീറ്റ കൊടുക്കും. പിന്നെ ഈ പറഞ്ഞോട്ട് തന്നെയാണ് വെള്ളം മസ്റ്റാണ്. അവർക്ക് ഓട്ടോമാറ്റിക്കലി ട്രിങ്കറാണ്. അത് നമ്മൾ നോക്കി. പിന്നെ ഇതാണ് നമ്മുടെ ഫീഡിങ്. വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് എല്ലാം കൂടെ ഒരു രാവിലെ വൈകിട്ടും ഒരു അരമണിക്കൂർ വീതമുള്ള കാര്യങ്ങൾ, അല്ലാതെ അത്രയേ ഉള്ളൂ. അല്ലാതെ വയ്യോളം കോഴി വളർത്തലെന്നും പറഞ്ഞ് വയ്യോളം ഒന്നും ഇതാകേണ്ട കാര്യം. പിന്നെ മെയിനായിട്ട് ഇതാണ്, കോഴി VV3 എന്നും പറഞ്ഞ് മേടിക്കുന്നത് VV3 ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ പലരുടെ കയ്യിൽ നിന്ന് എടുത്തു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നും എടുത്തിട്ടുണ്ട്, പത്തനംതിട്ടയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വിനോദിന്റെ കയ്യിൽ നിന്ന് എടുത്ത കോഴിയെ എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറയാം അല്ലേ? അതെ. നമ്മള് വീഡിയോക്ക് വേണ്ടി പറയുന്നത്, കാരണം ഇത് കാണുന്നവർക്ക് നമ്മുടെ അനുഭവത്തിൽ വളർത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മള് ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ പറയാം. അതെ കൃത്യമായിട്ട് തന്നെ. അല്ല ഇതിപ്പോ വീഡിയോക്കോ വിനോദിനെ സപ്പോർട്ട് ചെയ്യാനോ എന്റെ അനുഭവം ഞാൻ പറഞ്ഞെന്നുള്ളത്. എനിക്ക് ലാഭം ഉണ്ടായെങ്കിലല്ല ഞാൻ വളർത്തത്തുള്ളൂ. ഞാനിപ്പോ ഏതാണ്ട് ഒരു 9 വർഷം 8 വർഷത്തിന് മേളിലായി കോഴിയെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് ഇവിടെ ഇവരുടെ മേടിച്ചില്ലയോ, കാങ്കാട്ടിൽ മേടിച്ച കോഴിയാണ്. എന്റെ വൈഫാണെങ്കിലും പറയും ഇപ്പോഴാണ് നമ്മള് കോഴിയെ വളർത്തി പഠിച്ചെന്നുള്ള രീതിയിലാണ്. അതെ നല്ല കോഴിയെ കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ? ചേട്ടാ, നമ്മുടെ ഈ കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചേട്ടൻ്റെ ഇത്രയും നാളത്തെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് ഒരു സന്ദേശം എന്താണ്? സിമ്പിളാണ്. ആദ്യം എന്ന് പറയുന്ന കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. എനിക്കിപ്പോൾ ഇവിടെ പശുവുണ്ട്, പച്ചക്കറികളുണ്ട്. അപ്പം രാവിലെ ഈ കോഴിയെ വളർത്തൽ മാത്രമാണെങ്കിൽ രാവിലെ അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഒരു 50 കോഴിയെ മേടിച്ച് സുന്ദരമായിട്ട് വളർത്താൻ വലിയ ഇതൊന്നുമില്ല. ഒരു 15 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. നല്ല രീതിയിൽ നോക്കി. പിന്നെ മനസ്സാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. പിന്നെ കോഴി ഈ പറഞ്ഞുകൊണ്ടാണ് VV3 ആണെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ മേടിക്കാവൂ. ഒത്തിരി ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടി. ഞാനിപ്പോൾ ഒരു 3-4 പാർട്ടിയുടെ കയ്യിൽ നിന്ന് കോഴി എടുത്തെങ്കിലും എനിക്ക് കിട്ടിയതിൽ വെച്ച ഏറ്റവും നല്ല കോഴി വിനോദിന്റെ കോഴിയാണ്. ഇതൊന്നും അല്ലാതെ അതാ ഇത് കണ്ട ഇതിന്റെ കാഷ്ടം പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കും. അതെ ഇത് ഒന്നിടവിട്ട ദിവസം ഞാൻ എടുത്ത് വെയിലത്തിട്ട് ഉണക്കി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാക്കിന് 200 രൂപ. ഇതിന്റെ മെഡിസിനുള്ള പൈസ
ഇതിൽ നിന്ന് അങ്ങനെ ഇത് വാങ്ങാൻ ആളുണ്ട്. ഇത് ഇല്ലാത്ത നമുക്ക് ഇല്ലാത്ത കുഴപ്പമുള്ളൂ. ഇത് വളവാണ്, നല്ല വളമാണ്, നല്ല വളമാണ്. ഇത് നമ്മുടെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ. ബുക്കിംഗ് ആണ്. ഈ അടുത്തുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. സ്മെല്ലും മറ്റു കാര്യങ്ങളും അപ്പുറം എല്ലാം വീടുള്ളതാണ്. നമ്മള് തൊട്ടടുത്തെല്ലാം വീടുകളാണ്. അതാണ് ഒരു പ്രശ്നം. ഒരു 100 കോഴിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അല്ലേ? ഒരു പ്രശ്നം. ചെറിയ ചെറിയ സംരംഭങ്ങൾ വീടുകളിൽ ചെയ്യാൻ ആദ്യത്തെ ഒരു ചെറിയ മുടക്കുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതെ അതെ അതെ. പിന്നീട് ഇത് കണ്ടില്ല, ഇപ്പൊ ചെറിയൊരു ഷെഡ് വേറെ ചെയ്തിട്ടുണ്ട് ചേട്ടാ, ഇല്ലല്ലേ? ഈ ഒരു കാണുന്ന ഒരു ഷെഡ് ചെറിയൊരു ഷെഡാണ്. ആണ്. അതിനകത്ത് പിന്നെ ഇങ്ങനെ അതിനകത്ത് പൂങ്കോഴി കിടക്കുന്നത്. വേറെ ഒരു സെഷൻ ഇട്ടിട്ടുണ്ടല്ലേ? ഇത് പൂവനാണോ? ഇത് ഏത് അതിനകത്ത് ഇടുന്നത്? ഇത് ഗ്രാമശ്രീയുടെ. അത് പൂവന് വേണ്ടി മാത്രമുള്ള. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ വേസ്റ്റ്, വീട്ടിലെ വേസ്റ്റ്, അരി, ഗോതമ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് കൊടുക്കുക അവർക്ക്. അത് നമുക്ക് വേറൊരു വരുമാന മാർഗമാണ്. ഒരു 2.5 കോഴി മാത്രം ഇല്ലേ? പൂവൻകോഴി മാത്രമേ. അത് നമ്മൾ ഈ വിൽക്കുന്നവരോട് പൂവൻ വേണമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്നിടുന്നതാണ്. ഓ അത് ശരി. അത് വേറൊരു വരുമാനം. ഒരു 3 മാസം ആകുമ്പോൾ നമ്മളത് കൊടുത്ത് പൈസ മേടിക്കും. ഓക്കെ ഓക്കെ.